കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയെ ഓർത്ത് ഇന്ന് പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 16-ാമത് വാക്യം. വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വയ്ക്കുകയോ ചെയ്യാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് ഒരു വിളക്ക് എങ്ങനെ പ്രകാശിക്കണം എന്ന് സ്തോത്രം വിശദീകരണം നൽകുന്നൊരു ഭാഗമാണ് നമ്മൾ വായിപ്പാൻ തക്കവണ്ണം ഇടവന്നത്, അല്ലേ? കർത്താവിൻ്റെ വചനത്തിൽ ദൈവത്തിന് പുതിയ നിയമഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് കർത്താവ് പറഞ്ഞൊരു വാചകമാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നത്. അപ്പോൾ പ്രകാശിക്കണം. പ്രവാചകന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ മേഖലകളും ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രകാശിക്കണം എന്നുള്ളതൊരു ദൈവനിശ്ചയമാണ്, ദൈവത്തിൻ്റെ വചനമാണ്, അതൊരു ദൈവിക ദൂതാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രകാശം പുറത്തു വരാതിരിക്കത്തക്ക രീതിയിൽ കയറി വരുന്ന ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമുണ്ട്. നമ്മളെല്ലാവരും പ്രകാശിക്കുന്നവരാണ്. സ്തോത്രം. യോബിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് 37:21 വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എന്നാൽ കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ പ്രകാശം ഉണ്ടെന്നുള്ള സത്യമാണ്. പക്ഷെ ആ പ്രകാശത്തിൻ്റെ യഥാർത്ഥ ശോഭ എന്ത് ചെയ്യുന്നില്ല, പുറത്തു വരും. നമ്മളെല്ലാം വിളക്കുകളാണ്, പ്രകാശിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നു, അതിനെ മൂടുന്ന ചില മേഖലകളുണ്ട്. ഇവിടെ നമ്മൾ അങ്ങനെ വായിക്കുന്നു, വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വയ്ക്കുകയോ ചെയ്യാതെ. പാത്രം കൊണ്ട് മൂടുക എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്തോത്രം. അതിനകത്ത് നമ്മൾ ഒരു ലിറ്ററൽ മീനിങ് എടുത്തു കഴിഞ്ഞാൽ പല ചിന്തകൾ, അതിനെക്കുറിച്ച് പല ചിന്തകളും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആഹാരം, രണ്ട് കട്ടിൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഉറങ്ങാനുള്ളത്, അല്ലേ? അപ്പം ആഹാരവും ഉറക്കവും പലപ്പോഴും നമ്മുടെ വിളക്കിന് എന്ത് ചെയ്യാറുണ്ട്? സ്തോത്രം, മൂടി വയ്ക്കുന്ന, ഇല്ലെങ്കിൽ വിളക്കിൻ്റെ പ്രകാശത്തെ കെടുത്തുന്ന അതൊരു സ്പിരിറ്റാണ്. ചില വിഷയങ്ങളിൽ ചില വ്യക്തികളിലേക്ക് വരുന്ന സമയത്ത് ഉപസിപ്പാൻ കഴിയാത്ത രീതിയിൽ ആഹാരപ്രിയന്മാരായവരുണ്ട്. ഇല്ലെങ്കിൽ ആഹാരം ഉപേക്ഷിക്കാൻ മടിച്ച്, അല്ലെങ്കിൽ വിശപ്പ് സഹിക്കാൻ മടിച്ചിട്ട് ഉപവസിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ജീവിതത്തിനകത്ത് വിളക്ക് എന്ത് ചെയ്യത്തില്ല, പ്രകാശിക്കത്തില്ല. രണ്ട്, കട്ടിലിന് കീഴെ വയ്ക്കുന്നതല്ല. എന്താ കട്ടിൽ കാണിക്കുന്നത്? ഉറക്കത്തെ കാണിക്കുന്നതാണ്, അല്ലേ? വേദപുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉറങ്ങിയ പലരെയും തിരുവചനം നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അല്ല, സ്തോത്രം. ഒരു മനുഷ്യൻ നല്ല വിത കൊണ്ടിട്ട് വിതച്ചതിന് ശേഷം അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ദുഷ്ടൻ കള കൊണ്ട് വിതച്ചു. അപ്പോൾ കള വിതയ്ക്കാൻ കാരണം ഇവരുടെ ഉറക്കമാണ്, അല്ലേ? കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങി യോനയെ നമുക്കറിയാം എന്താ സംഭവിച്ചേ. അപ്പം ഉറക്കം എന്നത് മനുഷ്യജീവിതത്തിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യമാണ്. പക്ഷെ ആത്മീക ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് നമ്മളെ കീഴ്പ്പെടുത്തരുത്. ഉറക്കം അനിവാര്യമാണ്, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് നമുക്കറിയാം. ഗത്സമനയിൽ വെച്ച് യേശുവിനെ പിടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ശിഷ്യന്മാരോട് യേശു കർത്താവ് ആവർത്തിച്ച് പറഞ്ഞൊരു വാചകമാണ്, നിങ്ങൾ ഉണർന്നിരിപ്പീൻ, പരീക്ഷകൻ നിങ്ങളുടെ അടുക്കലുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഉറങ്ങാതിരിക്കണം, മയങ്ങാതിരിക്കണം. എന്നാൽ മാത്രമേ പരീക്ഷയിൽ ജയിപ്പാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ എന്ന് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുവാൻ തക്കവണ്ണം ഇടവന്നു. വിവിധ ചിന്തകൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഉറക്കം നമ്മെ അപകടത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടവരും. പ്രൈസലോ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, ഉറങ്ങരുത്, മനസ്സുകൊണ്ട് ഉറങ്ങരുത്. നമ്മുടെ ശരീരത്തിനൊരു ദിവസം ഇത്ര മണിക്കൂർ നമ്മൾ ഉറങ്ങിയിരിക്കണം, അതൊരു ആവശ്യമായ കാര്യമാണ്. പക്ഷെ അതിലപ്പുറത്തേക്ക്, ലിമിറ്റേഷൻ അപ്പുറത്തേക്ക് പോകാതെ ബാക്കി സമയങ്ങളിൽ പ്രാർത്ഥിക്കാനും ദൈവവചനം ധ്യാനിക്കാനും ഒക്കെ ഇടവരട്ടെ. വചനം പറയുന്നത് പോലെ യാമാരംഭത്തിങ്കിൽ എഴുന്നേറ്റ് തലമുറ ഓർത്ത് കരയുക എന്ന് പറയുന്ന തിരുവചനം നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമ്മുടെ വിളക്കിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിന് കീഴെ വയ്ക്കുകയോ ചെയ്യാതെ, സ്തോത്രം, ഹല്ലേലൂയ, അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് അതിനെ തണ്ടിന്മേലിരുത്തുവാൻ തക്കവണ്ണം ഇടയാകണം. അതിനുവേണ്ടി സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട തൃക്കരങ്ങൾ തരികയാണ്. പറയും കീഴിലല്ല, പാത്രം കൊണ്ട് മൂടുന്നതായിട്ടല്ല, അതുപോലെ സ്തോത്രം കർത്താവ് കട്ടിന് കീഴിരിക്കുന്നതായിട്ടല്ല, തണ്ടിന്മേലിരുന്ന് പ്രകാശിക്കുന്ന വിളക്കായിട്ട് മാറുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാണ്. സ്വർഗം അവിടെ നിന്ന് അങ്ങനെ ചെയ്യും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.